ഈ മുഷിഞ്ഞ തുണിയൊക്കെ ഇവിടെ ഇടരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഞാൻ താഴത്തെ വീട്ടിൽ കൊണ്ടിടാം. അതങ്ങോട്ട് മാറ്റിയിട്ടാ എന്താ കുഴപ്പം? തിന്നത് അവിടെ, അലക്കാനുള്ളത് അതവിടെ. നേതാക്കന്മാരുണ്ട്, കൂടിയ ഫോണും പോക്കറ്റ് വെച്ച് അങ്ങ് നടന്നോളൂ. വിളിച്ചാ ഫോൺ എടുക്കത്തുമില്ല. ഇന്നലെ മുതൽ വിളിക്കാൻ തുടങ്ങിയതാണ്. അയാൾക്ക് ഫോൺ എടുക്കാൻ എന്താ ഒരു കുഴപ്പം? എനിക്കാണെങ്കിൽ വിളിച്ച ഫോൺ എടുക്കാത്ത ആൾക്കാരെ കണ്ടേ കൂടാ. ഇയാൾക്ക് എന്തൊരു ഫോൺ കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ഞാനേ വല്ല പറഞ്ഞ കൂടി പോകും. എന്തെങ്കിലും തേനിച്ചുത്തിയാലിരിക്കണേ, തേനിച്ചുത്തിയ പോലെ ഇരിക്കണ എന്താ മുഖം ഇങ്ങനെ. അത് എന്റെ സ്വകാര്യങ്ങൾ, അതിൽ ഇപ്പൊ നീ ഇടപെടേണ്ട കാര്യമല്ല. എന്ത് സ്വകാര്യം എന്റെ പാർട്ടി സംബന്ധമായ എന്റെ സ്വകാര്യ വിഷയങ്ങൾ. ഓ, അത് പറഞ്ഞാൽ നിനക്ക് പരിഹാരം കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല നേതാവേ, എനിക്ക് പരിഹാരം കാണിച്ചു തരാൻ പറ്റില്ല. ഒരുത്തനെ ഇന്നലെ മുതലേ വിളിക്കുകയാണ്, ഒന്ന് ഫോൺ എടുത്ത് എന്താ കുഴപ്പം? പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവാ. അല്ല, എന്തിനിപ്പ നേരം വിളിക്കാൻ അയാളെ വിളിച്ചോണ്ടിരിക്കണേ? പലയിടത്തും കിടന്ന് ഉറങ്ങായിരിക്കും. ക്ലീറ്റോനെ ഉറക്കമില്ല. പറഞ്ഞാൽ മതി. നേതാവാക്കിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. മിണ്ടായിരുന്നോ? ആരെങ്കിലും കേട്ടാ നിങ്ങളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. നിങ്ങളൊക്കെ കൂടിയല്ലേ നേതാവാക്കിയത്. എന്തിനു വിളിച്ചോണ്ടിരിക്കണേന്ന്? 16-ാം തീയതി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ. അതിലും ഞാൻ കുറെ നാളായിട്ട് ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഇരിക്കുമല്ലേ, അതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? അപ്പോൾ എന്നെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അയാളെ വിളിച്ചൊന്ന് പറയാം, ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ വിളിക്കുന്നേ. ഒന്ന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ പാർട്ടിയിൽ, നിങ്ങളുടെ ഇവിടെയുള്ള ഗ്രൂപ്പില്? ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. നീ ഉദ്ദേശം എന്താണ്? നേതൃസ്ഥാനം ഞങ്ങളുടെ ഇതിൽ 10-21 പേരുണ്ട്. അത്രയും പേരൊക്കെ ഉണ്ടോ നിങ്ങളുടെ പാർട്ടിയില്? അത്രയും പേരും. നീ തമാശ കളിക്കരുത്. എന്റെ ക്ലീറ്റോ, ഈ 21 പേരുടെ ഫോൺ അയാൾ എടുക്കണ്ടേ? അയാൾക്ക് പറ്റാത്തോണ്ട് എടുക്കാത്തതായിരിക്കും. പറ്റൂലെങ്കിൽ നേതാവാകരുത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെയാണോ ഞാൻ? ക്ലീറ്റോ പാർട്ടിക്ക് വേണ്ടി അങ്ങനെയല്ല കഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ തന്നെ എല്ലാരും പറയണത്. നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും അമ്പട ഞാനല്ലേ. എന്റെ ക്ലീറ്റോനെ എനിക്കറിയാൻ പാടില്ലേ? അതെ, നിങ്ങൾക്ക് തീരെ യുക്തി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരാളെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ക്ലീറ്റോക്ക് യുക്തിയേ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ത് ചെയ്യാൻ പോവാ? അയാളെ ഫോൺ എടുപ്പിക്കപ്പോ എന്താ ഒരു യുക്തി എന്നാണ് ഞാൻ നോക്കണം. ഒരു യുക്തി ഞാൻ പറയട്ടെ? അയാളെ വീട്ടിൽ ചെന്ന് കാണും. അല്ല, അത് ഞാൻ കാണാതിരിക്കുക. ഇപ്പൊ ഒന്നുകൂടെ വിളിച്ചു നോക്കും. നോക്കിയിട്ട് എടുത്തില്ലെങ്കിൽ അടുത്ത പരിപാടി അത് തന്നെയാണ്. എപ്പോ പോവും? നാളെ രാവിലെ പോകണം. നാളെ എത്ര മണിക്ക് പോവും? രാവിലെ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തണമെന്നുള്ളതാ. രാവിലെ കഴിക്കാൻ നിൽക്കുവോ? അതൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പറ, കഴിക്കാൻ നിൽക്കുവോ? അതെ, വീണ്ടും ഫോൺ എടുക്കണില്ല. ക്ലീറ്റോ, നാളെ രാവിലെ കഴിക്കാൻ നിൽക്കോന്ന്? ചിലപ്പോ ഞാൻ കഴിക്കും, ചിലപ്പോ കഴിച്ചില്ലായിരിക്കും. ഇപ്പൊ അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ അത്ര അത്യാവശ്യം? അല്ല, 3-6 ദോശ ഉണ്ടാക്കേണ്ടടുത്തേ ഞാൻ 10-21 ഉണ്ടാക്കണം. കഴിച്ചിട്ട് പോട്ടാ. അവിടെ നിൽക്കട്ടെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പൊതുവെ മടിയന്മാരാ. ഇല്ല, ഞാൻ അവിടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞോളാം. ആയിക്കോട്ടെ, ശരി എന്നാ. സർക്കാർ ഉദ്യോഗസ്ഥ എന്താണ് ഇന്ന് വന്നില്ലേ ഡ്രൈവറെ കൊണ്ടുപോകാൻ? ഇല്ല, ഞാനൊരു ഇന്നോവ പറഞ്ഞിട്ടുണ്ട്, കാത്തുക. സൗകര്യമൊക്കെ കൂടിയോ? പിന്നെ ജോലിക്കൊന്നും പോകാൻ തീരെ താല്പര്യമല്ലേ അല്ലേ? വലിയ താല്പര്യമൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോ പോവാ, ഇഷ്ടമുള്ളപ്പോ വരാ അല്ലേ? പിന്നെ മാത്രല്ല, ഞാൻ ജോലിക്ക് എന്നില്ലെങ്കിലും ആരും ചോദിക്കൂല. സ്വന്തം തറവാട് പോലെ ആയി. പിന്നെ നിനക്കൊരു മാറ്റം വരുത്തണ്ടേ? എന്തിനെ? ഇങ്ങനെ പോയാൽ മതിയാ? അല്ലളിയാ, സ്ഥിരമായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോ ഇങ്ങനെ മടുപ്പ് തോന്നും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇച്ചിരി ദൂരോട്ടൊക്കെ ഒന്ന് മാറി ജോലി ചെയ്താലേ നല്ലതായിരിക്കും. പിന്നെന്താ, അത് നല്ലതാ. അല്ല, ഈ കുന്നും മലയൊക്കെ ഉള്ള സ്ഥലത്തെ, കാടൊക്കെ ഉള്ള അങ്ങോട്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്നെ സ്ഥലം മാറ്റാൻ? വേണമെങ്കിൽ ഞാൻ അങ്ങനെ മാറ്റി തരാം. എന്നാ ബത്തേരിക്ക് പിടി. അല്ല, കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങളുണ്ട്. ബന്തെടുക്ക, ബദിയെടുക്ക. അത് വേണ്ട. കാസർഗോഡ് എനിക്ക് താല്പര്യമില്ല. വയനാട് മതി. വയനാട് മതിയാ? എന്നാ പിന്നെ വയനാട് ഞാൻ കുറച്ച് ഉള്ളിലോട്ട് റെഡിയാക്കി തരാം. സത്യമംഗലം. നല്ലതാ. ഈരപ്പനൊക്കെ കിടന്ന് കളിച്ച കാടാ. പിന്നെ നല്ല ക്ലൈമറ്റാ. ക്ലൈമറ്റ് മാത്രമല്ല, അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലേ? ബുദ്ധിമുട്ടും. നീ റെഡിയായിരുന്നോ? എന്റെ പൊന്നളിയാ, നീ വെറുതെ നിന്ന് ഗുണ്ടടിക്കാൻ നിൽക്കാതെ നീ നിന്റെ പാട്ടിന് പോ. നീ ആരെ പറ്റിക്കാൻ ഈ നേരം വിളിച്ചാൽ തന്നെ പള്ളിയും പള്ളിയിട്ട് ഇറങ്ങിയിരിക്കണത്? ഞാൻ ആരെ പറ്റിക്കാനാണ് പോണെന്നുള്ളതേ
കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം. വേണ്ട ഈ ക്ലീറ്റോ ഉണ്ടല്ലോ, വളരെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പാർട്ടിയുടെ ജില്ലാ മെമ്പർ. അയ്യോ, പിന്നെ എൻ്റെ ഒരു വിളി മതി. ആരെവിടെ ജോലി ചെയ്യണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാം കേട്ടാ. നിന്നെ ഇവിടെ ബ്രാഞ്ചിലായിട്ടേ സഹിക്കാൻ വയ്യ, നീ ജില്ലയിൽ കൂടെ എത്തിപ്പെട്ടുള്ള അവസ്ഥ എന്താണ്? ഞങ്ങളുടെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടും എന്നിട്ടുണ്ടല്ലോ ക്ലീറ്റോ നിനക്ക് കാണിച്ചു തരൂടാ പൊന്നളിയാ. നീ കാണിക്ക് റെഡിയാ ഇരുന്നോ നീ? ഒരു പോങ്ങൻ. എന്റെ നകളിപ്പിനുള്ള പണി എൻ്റെ കയ്യിലുണ്ടാ, കാണിച്ചു തരാം ഞാൻ. അവൻ്റെ ഒരു പീക്കിലി പാർട്ടി, എന്ത് പറഞ്ഞാലും പാർട്ടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞറിയോ? നിന്നെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റുന്നു, എന്നെ മുഖം കയറ്റും. എന്ത് പാർട്ടി? ഇതൊക്കെ വയറ്റിപ്പഴപ്പിന് നടക്കുകയല്ലേ അല്ല പാർട്ടി? എടാ വയറ്റിപ്പഴപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 10 രൂപ ഈ കുടുംബത്തിന് കൊണ്ടുവരാനെ കൊണ്ട് പറ്റണ്ട. അതുമില്ല. എടാ ഇവന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ കയറ്റാത്തവന്മാരെ കൂടി ഉള്ള ഒരു ആൾക്കൂട്ടമാണ്, അല്ലാതെ അന്തസ്സുള്ളവരൊന്നും ആ പാർട്ടിയിലില്ല. ഇല്ലേ? ഇപ്പൊ അവന്റെ പരിപാടി എന്താ അറിയോ? ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റിയിലാണല്ലോ. ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലായിട്ട് അവനെ സഹിക്കാൻ പറ്റണില്ല. ഇനിയിപ്പോ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് അവൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയാ? ക്ലീറ്റസ് അവൻ അതിനുള്ള കോപ്പൊന്നുമില്ല. അതിനുള്ള കോപ്പില്ലാതെ അവന് തോന്നണ്ടേ? വെറുതെ പറയണേന്ന്. അവനാരാ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കണ? ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ നടക്കണ അവന്. അത്രയും കൊള്ളരായിയാണ് ഇവൻ ഉണ്ടാക്കി വെക്കണ. ഇനിയിപ്പോ ഇവൻ ബ്രാഞ്ച് കമ്മിറ്റിയിലായിട്ടോ ഇങ്ങനെ, ഇനി എങ്ങാനും ഇവൻ ജില്ലാ കമ്മിറ്റിയിൽ എങ്ങാനും പെട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്റെ അവസ്ഥ, ഞാൻ ആ കുടുംബത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോവായിരിക്കും നല്ലത്. അതിലോട്ടൊന്നും അവനെ എടുക്കൂലെന്നേ, അതൊന്നും നീ പേടിക്കണ്ട. അല്ല, എന്തെങ്കിലും മാർഗം ഉണ്ട് വെച്ചാൽ അവൻ അതിലേക്ക് കയറ്റാതിരിക്കാനുള്ള ഒരു ഏർപ്പാട് നോക്കണം. അതിന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടോ എന്താ ചെയ്യാൻ പറ്റുമെങ്കിലും. അങ്ങനെ കാര്യമുണ്ട്, ഒരു സാധ്യത ഉണ്ടായിനി. അതെന്താ? ഷാഹിദയുടെ മാമയുടെ ഒരു വകയിലെ ബന്ധുണ്ട്, ഹാരിസ് ഇല്ലേ എന്റെ വൈഫ്, ഷാഹിദയുടെ മാമയുടെ ഒരു ബന്ധുണ്ട് ഹാരിസ്. അവൻ ഇവന്റെ ഈ നൂലാമാല പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അത് ശരി. ഇവൻ ഇതുപോലെ തന്നെ മുതലാണ്. ഒരു പണിക്കും പോകൂല, കുടുംബത്തിനും കൊള്ളൂല. ആകെ 2 കതറും മുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവൻ അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അവനോട് പറഞ്ഞാൽ നമുക്ക് ഇവനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നല്ല ചവിട്ടി കൂട്ടിയിട്ട് വേണേ ബ്രാഞ്ചിൽ നിന്ന് ഒഴിവാക്കിക്കാം. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ചേരുന്ന ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും. ഞാൻ അവനെ കാണുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കനകന്റെ അളിയനാണ് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞാൽ അവന് ഇവനെ കുറിച്ച് ഒരു മണവും ഗുണവുമില്ല. ഗ്രൂപ്പും വേറെയാണ്. അത് ശരി. അപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞ് ഇവനെ നമുക്ക് ഇല്ലാണ്ടാക്കി ഞാൻ തരാം, അത് ഉറപ്പാണ്. എന്നാ അത് ഉറപ്പായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ രക്ഷ ഉണ്ടാവില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇല്ല, അത് പേടിക്കണ്ടെന്ന്, അത് നമുക്ക് തടയാം. അത് ആരിസിനെ നമുക്കൊന്ന് പോയി കണ്ട് പറഞ്ഞാൽ മതി. എന്നോട് വലിയ കാര്യമാണ്, അളിയൻ പറഞ്ഞാൽ അവൻ തട്ടൂല. അപ്പൊ നീ ഉറപ്പായിട്ട് ചെയ്യണേ. അത് ഞാൻ ചെയ്യാടാ, ഞാൻ പറഞ്ഞാൽ അവൻ തട്ടൂലെന്നേ. പിന്നെ ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് എടുപ്പിക്കാൻ തരണ്ടി. എന്നെ നശിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കാണ് ഓരോരുത്തന്മാരിവിടെ. രാവിലെ പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തുപറ്റി? എനിക്ക് വട്ട് എന്നെ വട്ടനാക്കിക്കൊണ്ടിരിക്കുക ഓരോരുത്തന്മാര്. എന്താ മുത്തേ? അതെ, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞേക്കുക ഞാൻ ഈ ജില്ലാ നേതൃസ്ഥാനത്ത് മത്സരിക്കേണ്ട, മാറണമെന്ന്. സത്യം? നന്നായി. തങ്കം വെറുതെ പറഞ്ഞത് ഞാൻ. എന്താ ഇപ്പൊ പാർട്ടി അതിനകത്ത് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ? അതിപ്പോ വലിയ ആനക്കാര്യം വല്ലതും ആണോ? എനിക്ക് ആനക്കാര്യം പാർട്ടി സ്ഥാനങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ക്ലീറ്റോ, ഇതിപ്പോ അടുത്ത വർഷമാണെങ്കിൽ അത് മത്സരിക്കാൻ പാടില്ലേ? പാർട്ടി അവിടെ നിന്ന് ആരും എടുത്തോണ്ടൊന്നും പോകില്ല. വർഷാവർഷം നിന്റെ തന്തല്ലേ അവിടെ തെരഞ്ഞെടുപ്പ് പറയരുത്. വർഷങ്ങൾക്ക് ഇനി എടുത്തൊരു തെരഞ്ഞെടുപ്പ് പറഞ്ഞത്. എന്നെ നശിപ്പിക്കാനായിട്ട് അവൻ മെനക്കെട്ടിറങ്ങിയിരിക്കുകയാണ്. ആര്? നിന്റെ ആങ്ങള. അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. രാവിലെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഇത്ര അങ്ങ് ചെയ്യുന്നു. അപ്പൊ അവന്റെ വായിലിട്ട് ഇളക്കാൻ പോയിട്ടല്ലേ വല്ല കാര്യം ഉണ്ടായോ? ഞാൻ എന്തിളക്കി? ലോകം മുഴുവൻ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കും ക്ലീറ്റോ. ഇത് അവനൊന്നും ആയിരിക്കില്ല. അവൻ തന്നെ ചെയ്തു, അവൻ തന്നെ. നിനക്ക് അവനെ പറയുമ്പോ ഗുരുവാണല്ലോ. എന്റെ ക്ലീറ്റോ, ഇത് എന്താ ഇങ്ങനെ കിടന്ന് കൊച്ചു പിള്ളേരെ പോലെ കാണിക്കണേ? ഞാൻ കൊച്ചാ, എനിക്ക് വട്ടാണ്. നിന്റെ ആങ്ങള ഉണ്ടല്ലോ, അവനെ ഞാൻ ഇന്ന് കൊല്ലും. നിനക്ക് കെട്ടിയവനില്ലാതെ നീ കൂട്ടിക്കോ, ഞാൻ അവനെ കൊന്ന് ജയിലിൽ പോവാൻ പോവാ. അമ്മ അമ്മ ഇന്ന് രണ്ടിലൊന്നറിയണം. പുന്നാര മോനുണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടൂല.
എന്തറിഞ്ഞു പൊന്നമ്മ ക്ലീറ്റോൻ എന്താ പാർട്ടിയിലെ ജോലി കളഞ്ഞു ജോലി അല്ലടി എന്റെ പാർട്ടിയിലെ സ്ഥാനമാണ് മാമ ഇല്ലാതാക്കി കളഞ്ഞ. അവൻ എങ്ങനെയാ നിന്റെ സ്ഥാനം കളയുന്നത്? അവൻ എന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ വിളിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞു കൊടുത്ത്. എന്റെ ക്ലീറ്റോ അവനാണോന്ന് അറിയില്ലല്ലോ. അവൻ തന്നെ അവനെ ഇത് ചെയ്യൂ. അവൻ കാലത്ത് എന്നോട് പറഞ്ഞതാ കാണിച്ചു തരാം. നീ ഒന്ന് സമാധാനപ്പെടും. എങ്ങനെ ഞാൻ സമാധാനിക്കും? എങ്ങനെ സമാധാനിക്കും? ക്ലീറ്റോ എന്താ നീ ഭ്രാന്ത് പിടിച്ചോളൂ? എനിക്ക് ഭ്രാന്താണടി, എനിക്ക് ഭ്രാന്താ. നിങ്ങൾക്കൊന്നും എന്റെ അവസ്ഥ അറിയില്ല. അവനുണ്ടല്ലോ ഇന്ന് രണ്ടിലൊന്നും എനിക്കറിയണം. ഒന്നിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ. അവൻ വരട്ടെ, ഒന്ന് ചോദിക്കാൻ. അവൻ വരുമ്പോ ഞാൻ ചോദിച്ചോളാം. എനിക്കറിയാൻ ചോദിക്കാം. ചോദിക്കേ എന്താണ് നിന്റെ ഉദ്ദേശം? ഇവിടെ പാസിലെ എന്നാലും നീയൊക്കെ കൂടെ ചേർന്ന് ഇത് ചെയ്തു കളഞ്ഞല്ലോടാ. എന്താണ് എന്താണ് നിനക്കൊന്നും അറിയില്ലല്ലോടാ. എന്താണെന്ന് ഒന്നും അറിയില്ല നിനക്ക്. നിനക്കെന്താ പ്രാന്ത? പോടാ പോടാ. ഓടാ. ഇതാണ് ഇങ്ങനെ വരാതെ ഈ പേ പിടിച്ചോന്റെ വായിലിരിക്കണ കാരണം. ഒന്നും അറിയില്ല അളിയാ. എനിക്ക് സന്തോഷമായി, സന്തോഷമായി. ഇങ്ങനെ തന്നെ ചെയ്യണോടാ നീ. എന്താണ് പ്രശ്നം എന്ന് പറ. നീ അവന്റെ സ്ഥാനം കളഞ്ഞാ? എന്ത് സ്ഥാനം? പാർട്ടിയിലെ ഞാൻ നിന്റെ കാല് പിടിക്കാൻ രാവിലെ പറഞ്ഞപ്പോ ചെയ്തു കളയുന്നു ഞാൻ വിചാരിച്ചു. നീ എന്താണെന്ന് വാ തുറന്ന് പറയടാ, എനിക്ക് മനസ്സിലാവണ്ടേ. പാർട്ടിയിലെ ജോലി കളഞ്ഞോ? ജോലി അല്ലേ പുല്ലേ? ജോലിയാ? നീ എന്തിനാടാ മേളിൽ വിളിച്ച് പറഞ്ഞ എന്നെ പറ്റി അതും പറഞ്ഞ? എവിടെ മേളിൽ വിളിച്ച് പറഞ്ഞു? പാർട്ടിയിൽ ഞാൻ മത്സരിക്കണ്ടെന്ന് അവര് പറഞ്ഞേക്കാ. എടാ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ എന്താ സംഭവിച്ചത്. ഒന്നും ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ എന്തിനാ ഇടപെടാൻ പോണത്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാന്ന്. അറിഞ്ഞൂടാ നിനക്ക്. നിന്റെ ഈ കണ്ണുണ്ടല്ലോ, നിന്റെ കണ്ണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ ഒരു നിശബ്ദ കൊലയാളിയാണെന്ന്. ഓട്ടം തോലിട്ട ചെന്നായി ഇവനുണ്ടല്ലോ, ഇവനൊരു സൈലന്റ് കില്ലറാ, സൈലന്റ് കില്ലർ. നീ വല്ല പുസ്തകം വായിച്ചോടാ? ഇത് പുസ്തകം വായിച്ച പ്രാന്തായതാണമ്മ. തോപ്പിച്ച് കളഞ്ഞല്ലോടാ കനക. നീ എന്നെ പറഞ്ഞതുപോലെ ചെയ്തല്ലോ. പക്ഷെ ക്ലീറ്റോ തോറ്റു തരുമെന്ന് നീ വിചാരിക്കണ്ട. കാര്യം എന്താണെന്ന് പറഞ്ഞു എന്നോട്. ഇനി ഞാൻ കാര്യം പറഞ്ഞു തരണോടാ നിനക്ക്. ഇനി എന്താ പറഞ്ഞത്? ക്ലീറ്റോയ്ക്ക് ഇനി ഒന്നും വേണ്ട. നീയേ എന്റെ മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇല്ല, ഈ വീട്ടിൽ ഇനി ആരെങ്കിലും ഒരാൾ മതി. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. അങ്ങനെ എന്നെ നശിപ്പിച്ചിട്ട് അവൻ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ. ഇവൻ എന്താ പ്രാന്താണോ? എനിക്ക് പ്രാന്താണ്. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഞാനും കൊല്ലുകയും ചാവും. ഒന്നുമില്ല അമ്മ. അപ്പൊ അവൻ എവിടെ ചാവാൻ പോയതല്ലേ? അവൻ ചാവാൻ പോയതല്ലേ? ചാവണമെങ്കിൽ നല്ല ചങ്കുറപ്പ് വേണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നവന് ചാവാനും പറ്റൂല. അതിനുള്ള യോഗ്യതയില്ല. എനിക്ക് മതിയായില്ല. ഇല്ല, മതിയായി. കൊച്ചു പിള്ളേരെ പോലെ എന്താ ക്ലീറ്റോ? പിള്ളേരെ പോലെ നിനക്ക് എന്റെ അവസ്ഥ അറിഞ്ഞൂടാത്തോണ്ടാ. സാറില്ല, നമുക്ക് അതൊക്കെ ചുമ്മാക്ക് തങ്ക. നീ അവനോട് കൂടി എന്തിനാ എന്നെ സപ്പോർട്ട് ചെയ്യണേ? വേണ്ടടി. അങ്ങനെ പറയല്ലേ ക്ലീറ്റോ, എനിക്ക് ക്ലീറ്റോ കഴിഞ്ഞിട്ടില്ലല്ലോ. ക്ലീറ്റോ കഴിഞ്ഞിട്ട് എന്റെ രാഷ്ട്രീയ ഭാവി താർക്കാൻ വേണ്ടി ഞാൻ അവൻ എന്ത് തെറ്റ് ചെയ്തടി അവനോട്? സാറില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ചെയ്യില്ല. ഇതാണ് നിനക്ക് ഇപ്പോഴും അവനെയാണ് വിശ്വാസം, എന്നെ വിശ്വാസമല്ല. നല്ല ക്ലീറ്റോ. എന്റെ ദേഹത്തോട്ട് വരുന്നത് ഞാൻ അവസാനിപ്പിച്ചോളാം. ക്ലീറ്റോയുടെ രാഷ്ട്രീയ ഭാവിയെ ആലോചിച്ച് നീ ആരും വിഷമിക്കണ്ട. ഞാൻ അവസാനിപ്പിച്ചോളാടി. എന്ത് നീ പറയണ ക്ലീറ്റോ? ചുമ്മാ. എന്റെ ആങ്ങളുണ്ടല്ലോ, അവന് എന്റെ ശരീരം തിന്നാൻ കൊടുത്തോണം. ഞാന് ഇവിടെ കെട്ടി തൂങ്ങിച്ചാവാൻ പോവുക. എത്രയെന്ന് പറഞ്ഞാണ് ക്ഷമിക്കുന്നത്? ഞാൻ ഒരുപാട് ക്ഷമിച്ചല്ലേ. ഇന്ന് അവൻ എന്നെ മേളിൽ ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് ഇത് ഇവൻ തന്നെയാണ് ഇത് ചെയ്തത്. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണേ? എന്റെ ദേഹത്തോടരുത്. നിനക്ക് നിന്റെ ആങ്ങളല്ലേ വലുത്. വേണ്ട, ക്ലീറ്റോക്കിനെ ആരും വേണ്ട. ഞാൻ എനിക്ക് മനുഷ്യനെ മരിക്കാനും സമ്മതിക്കൂലേ നീ? പേടിച്ചുപോയി. ഞാനെല്ലാം നോക്കിക്കോളാം. എനിക്കിനൊന്നും വേണ്ട. ഞാൻ ആരും ചോദിക്കാനും പറയാനില്ലാത്തോളല്ലേ. എല്ലാവരോടും വലിയ തെറ്റിയതല്ലേ. സ്നേഹിച്ച ആളുടെ കൂടെ ഒളിച്ചോടി പോയി, സമ്മതിച്ച്. അതിന് ഇത്രയൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മനസ്സിലുള്ള സ്നേഹത്തിന് ഒരംശം ഇവനുണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്നോട് ഇത് ചെയ്യോ? എനിക്കൊരു കുഞ്ഞായി, ഞങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കല്ലേ. ആരും ഒന്നും പറയണ്ട. അമ്മയും മിണ്ടണ്ട. മോനെ സൈഡ് പിടിച്ച് നിന്നോ. എടാ നീ എന്താ ചിരിക്കണത്? ഞാൻ പിന്നെ എന്ത് വേണമാവാ?
എടാ അവൾ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം എന്നെ വിളിച്ച് കരഞ്ഞു പറയുമ്പോ അതിലെന്തോ സത്യമുണ്ട്, അതറിയാനാ ഞാൻ വന്ന്. എന്ത് സത്യം എനിക്ക് അറിഞ്ഞൂടാ ഇതിലെന്താ സംഭവം എന്നുള്ളത്. എന്തിനാ ഇവള് കരയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ലീറ്റന്റെ ജോലി കളഞ്ഞത് ആരാടാ? എന്ത് ജോലി? ജോലിയാ? എന്ത് ജോലി? പാർട്ടിയുടെ ജോലി. പാർട്ടിയില് ജോലി? എന്ത്? നീ എന്താ ചൊന്ന് തെളിച്ച് പറയ്. അമ്മാവ, ക്ലീറ്റോന് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ഉള്ളില് ഒരു ജോലി ഉണ്ടായിരുന്നു. നീ മിണ്ടാണ്ടിരിക്കടാ, അവള് പറയട്ടെ. ആ ജോലി അങ്ങ് ജില്ലയിൽ കിട്ടുമായിരുന്നു. അതിന്റെ തെരഞ്ഞെടുപ്പിക്കാൻ ഇവ സമ്മതിച്ചില്ല. ഓ നീ ഒന്ന് ഇറങ്ങി പോണ്ടാതിരിക്കടാ. എടി പോത്തെ, രാഷ്ട്രീയ ഒരു ജോലിയല്ല, അതൊരു സേവനാണ്. അവൻ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, അവിടുന്ന് കയറ്റം കിട്ടിയിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്കായി. അങ്ങനെ പറ. ഇനി എന്താ അത് പറ. എന്നിട്ട് ഇവനത് മുടക്കി. മുടക്കിയോ? ഞാൻ എങ്ങനെ മുടക്കിന്ന്? നീ ആരാട്ടിനും കൈക്കൂലി എടുത്തിട്ട് ക്ലീറ്റോനെ മത്സരിപ്പിച്ചില്ല. എടി പൊട്ടത്തെ പാർട്ടിയാണിത്. പാർട്ടിയിൽ ആരൊക്കെ വേണം, എവിടേക്കൊക്കെ അവരെ സ്ഥാനങ്ങൾ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, അല്ലാണ്ട് ലൈൻമാൻ ആയിട്ടുള്ള ഞാനാ. അല്ല അങ്ങനെ അങ്ങോട്ട് ന്യായീകരിക്കണ്ട. കാശ് കൊടുത്തു കഴിഞ്ഞ് പിടിപാടുണ്ടെങ്കിലേ പാർട്ടിയിലെ ഉന്നതന്മാരെ സ്ഥാനം മാറ്റാനൊക്കെ കഴിയും. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറ. എന്റെ അമ്മാവ, ഞാൻ വിചാരിച്ച എന്ത് നടക്കുന്ന ഈ പറയണത്? ഇവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ നടത്തുന്നത് ഞാനാണോ? ഈ ചേച്ചിക്ക് ഇതൊന്നും അറിയണില്ലേ? അമ്മ കേൾക്കൂല, അമ്മ മോന്റെ സൈഡ് മാത്രമേ കേൾക്കുള്ളൂ. അഴകേശ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യവന്റെ ഉന്നത സ്ഥാനം യവൻ അവന്റെ ഉന്നത സ്ഥാനം കളഞ്ഞു. എന്തുകൊണ്ടാ? ഇവന് ഇഷ്ടമല്ല ക്ലീറ്റൻ നന്നാവണത്. ഇവന് ഇഷ്ടമല്ല. ഞങ്ങൾ നന്നായി പോവില്ല. ഞാനും എന്റെ കൊച്ചു രക്ഷപ്പെടില്ലേ. അത് വളരെ കറക്റ്റാ. കാരണം എനിക്ക് ഇവര് തീരെ ഇഷ്ടമല്ലല്ലോ. ക്ലീറ്റസിന് തങ്കത്തിന് ഈ കൊച്ചിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാലോ. എടാ നീ തമാശ പറയല്ലേന്ന്, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ നീ. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണം അമ്മാവ? എടാ കനക, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല, കണ്ണ് പോയി കഴിഞ്ഞാൽ അതിന്റെ വില അറിയൂ. അമ്മാവൻ എന്തായി പറഞ്ഞോണ്ട്? എടാ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ കുട്ടിയുടെ കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? അവര് വഴിയാധാരാവും. പിന്നെ ജീവിതകാലം മുഴുവൻ നീ നോക്കി നടക്കേണ്ടി വരും. അതെ, ഈ തങ്കം പറയുന്ന പോലെ തന്നെ അമ്മാവൻ പറയാൻ നിൽക്കല്ലേ. കാര്യം അറിയാതെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എന്താ? അതെല്ലാം ഞാൻ ചോദിക്കണ എന്താണ്ടായി. എനിക്ക് അറിഞ്ഞൂടാ. അമ്മയും കൂടി കേൾക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാ. എന്റെ ക്ലീറ്റോനെ എന്തിനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ മോള് പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഞങ്ങളെ കാണൂല. എടി തങ്കം, നീ ഒന്ന് ക്ഷമിക്കേ. അവന്റെ സ്വഭാവം എനക്ക് അറിയാലോ. എന്നിവരോട് ശരിയാക്കി തരാൻ പറ. കനക, ഞാൻ ഒരു കാര്യം പറയാം. നീ അത് കളിയാക്കിയിട്ട് എടുക്കരുത്. കാര്യത്തോളം എത്തിയാലത്തെ അതിന്റെ ഗൗരവം എനക്കറിയില്ല. നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേഗം മാറ്റിയിട്ട് അവന് കിട്ടുന്ന പദവി കിട്ടിക്കോട്ടടാ. എന്റെ അമ്മാവ, പാർട്ടിക്കാര് തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ വാക്കിന് എന്താണ് വില? എടി, എന്റെ വാക്കിന് എന്താണ് വില? ഞാൻ കൈക്കൂലി എടുത്തത് ആർക്ക് കൈക്കൂലി കൊടുക്കാം? എന്റെ കയ്യിൽ എന്താ കൈക്കൂലി? ഞാൻ പൈസ കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടോ? നീ അതെ കാര്യം മനസ്സിലാക്കണ നീ നിന്നെ കരച്ചിൽ നിർത്തിക്കോട്ടാ. നിന്റെ ഒരു കൈ മുറിഞ്ഞ് എനിക്ക് സഹിക്കില്ല. എന്നിട്ട് നീ എന്നോട് ഇത് ചെയ്തല്ലോ. ഈ പോത്തിന് പറഞ്ഞാ മനസ്സിലാവണില്ലാന്ന്. അതെ. എന്താണ് കരയണേ? അത് ശരിയാക്കി താ. ഡാടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇതിങ്ങനെ കളിയാക്കി എടുക്കല്ലേ. നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ. ഒന്നും അറിയാണ്ട് അവൻ അങ്ങനെ ചെയ്ത് അവിടെ പോയി കിടക്കില്ല. അവൻ എന്തെങ്കിലും പറ്റി കുട്ടികൾ വഴിയാധാരായുണ്ടല്ലോ, പിന്നെ ഞാൻ കിടി തിരിഞ്ഞു നോക്കില്ല. അമ്മാവ് ഈ അന്തല്ലാണ്ട് പറയാൻ നിൽക്കല്ലേ. എന്തേ ഇത് എന്താണ് ഇവള് പറഞ്ഞു കേട്ടത്? അതേപോലെ അമ്മാവൻ പറഞ്ഞ എങ്ങനെയാണ്? എടാ നീ ഒന്ന് ചിന്തിക്കടാ. ഞാൻ എന്താണ് ചിന്തിക്കണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ പേരുടെ ഈ മറ്റേ ക്ലീറ്റോന്റെ സ്ഥാനം തിരിച്ചു കിട്ടുമോ? കിട്ടും എനിക്കറിയാം. നിനക്ക് ചില അവന്റെ പാർട്ടിയിൽ ചിലരായിട്ട് പിടിപാടുകളൊക്കെ എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ നിന്ന് വന്നതല്ലേ. അവന്റെ കാര്യം വിട്. അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എവിടെ നമ്മൾ എങ്ങനെ സഹിക്കും? നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ എന്റെ പൊന്നു മോനെ അതൊക്കെ സാധിച്ചു. എന്തെങ്കിലും ചെയ്യാമെങ്കിലൊക്കെ ഇല്ല. ഇവൻ ഇപ്പൊ എന്തെങ്കിലും കണ്ടമുണ്ടി അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. എന്നിട്ട് അവനെ വല്ല പദവിയും കിട്ടാണ്ടെങ്കിൽ അതാണ്ട് മേടിച്ചു കൊടുക്കണം. അമ്മാമനെ പറയണ കളിക്കാൻ നിന്നാണ്ടല്ലോ. ആഹാ, ഞാൻ സീരിയസ് ആയിട്ട് എടുക്കില്ല. വാശിയും വൈരാഗ്യം വെച്ചിട്ട് എന്തിനെങ്കിലും അവിടെ ഇറങ്ങിപ്പെടും. കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയാലോ പിന്നെ ഖേദിച്ചിട്ടും ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഓരോരോ വണ്ടിയും മേലും വരുത്തി വെച്ചു. തല്ലിക്കൊല്ലായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്നെ കൊണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുമോ? ഡാഡിയെ നോക്കി അപ്പുറത്തെ വീട്ടിലെ ചക്കിപ്പൂച്ചയ്ക്ക് വിഷമം പുറകെ കിടക്കുറയിട്ട്. നീയേ ഇന്നലെ രാത്രി പഠിച്ചോന്ന് പറഞ്ഞേ. സഞ്ചാര സാഹിത്യം എന്നാൽ എന്ത്? ജനങ്ങൾക്ക് വായനക്കാർക്ക് പ്രിയപ്പെട്ട സാഹിത്യ രൂപമാണ് സഞ്ചാര സാഹിത്യ സാഹിത്യ രൂപമാണ് സഞ്ചാര സാഹിത്യം. 16 1 എത്ര പറയാ?
1.5. ഇന്നലെ രാത്രി മുഴുവൻ ഇരുത്തി പഠിപ്പിച്ചവരടി നിന്നെ. ഒരു 6 കട്ട് ചെയ്താ പോരെ അമ്മ? ആ കട്ടി. 1.5 ആണ്ട് പഴക്കമുണ്ട് ഈ സാഹിത്യ സഞ്ചാര രൂപത്തിന്. അന്യനാട്ട് രാജ്യങ്ങളിലെ അന്യനാടുകളെ കുറിച്ച് അറിയാനും അവരുടെ സംസ്കൃതത്തെ കുറിച്ച് അറിയാനും സഞ്ചാര സാഹിത്യം ഫോൺ അടിക്കണം. ക്ലീറ്റോ ഫോൺ അടിക്കണം. അടിക്കട്ടെ. ഇടുക്ക് എനിക്ക് എന്താടി ഇത് പിടിച്ചടി. ദേ ഏതാണ്ട് എന്താ എന്താണ്ട് ആനപ്പാപ്പാനോ എന്താ നോക്കട്ടെ. ഓ അയാളാ പാർട്ടിയുടെ പ്രസിഡന്റ്. എടുത്തിട്ട് ഞാൻ ചത്തുപോയി എന്ന് പറ. ഹലോ സാറേ, ഭാര്യ ക്ലീറ്റോ ബാത്റൂമിലാ. എന്താ സാറേ? ശരി സാറേ, ശരി. ആ ക്ലീറ്റോ എന്താ തങ്ക കാര്യം പറയും? ക്ലീറ്റോ ഇപ്പൊ ആരാന്നറിയോ? ആരാ? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ ആക്കിന്ന് പറഞ്ഞ് വിളിച്ചതാ സാറ്. ഗംഗാരത്ന എന്നെയാ സത്യം? ഞാൻ വിളിച്ചു നോക്കട്ടെ പ്രസിഡന്റ്. അയ്യോ ബിസിയാണ്, കിട്ടുന്നില്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. എനിക്ക് സന്തോഷമായി. സത്യം പറയാൻ ഞാൻ മരിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ട് കിടക്ക്. എനിക്ക് അവനൊന്ന് വരുമ്പോഴേ മീൻ മേടിക്കണം കേട്ടോ. നീ ഇന്നലെ സ്രാവ് വാങ്ങിച്ചില്ലടി? സ്രാവ് പോ മനുഷ്യർന്ന് മേടിച്ചോണ്ട് തന്നെ കൊടുത്തിരുമ്പാ അവിടെ നിന്ന്. നീ എന്താടാ വിചാരിച്ചത്? നീ വിചാരിച്ച ക്ലീറ്റോടെ രാഷ്ട്രീയ ഭാവി അങ്ങ് ഇല്ലാതാക്കുന്നല്ലേ? ഒരു ചുക്കും നടക്കൂലടാ. ഈ ക്ലീറ്റോ ഇപ്പൊ ആരാന്നറിയാമോ? പാർട്ടിയുടെ ജില്ലാ ട്രഷറർ. ഞാൻ എന്ത് വേണം? നീ അറിയണം. ക്ലീറ്റോ വിചാരിച്ചാ ഇതെല്ലാം ഇതിലപ്പുറവും പോകാൻ പറ്റുമെന്ന്. അവിടെ നിക്ക്. നീ അങ്ങനെ അങ്ങ് പോരുത്. നീ എനിക്കെതിരെ എന്തൊക്കെയാടാ ഇവിടെ കാട്ടിക്കൂട്ടിയത്. പക്ഷെ പാർട്ടിക്ക് അറിയാം ക്ലീറ്റോ ആരാണെന്നും ക്ലീറ്റോ എങ്ങനെയാണ് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നതെന്നുള്ളത്. നീ ലൈൻമാനായിട്ട് ഇരിക്കുള്ളൂ. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഏത് സമയം വേണേലും എടുത്തെറിയാണല്ലോ. ഇതിപ്പോ ഇനി ക്ലീറ്റോ നീ നന്ദിയേട് പറയലടാ. നീ നന്ദിയേട് എന്ത് നന്ദിയേടാ? എടാ ക്ലീറ്റോ, നീ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വാതിലടച്ച് തൂങ്ങിച്ചാവെന്നും പറഞ്ഞ് പേടിപ്പിച്ച ക്ലീറ്റോയ്ക്ക് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ നീ ചാകണ്ടെന്ന് കരുതിയിട്ടേ കനകം വന്ന് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനും ഷാഹിദയും കൂടി മൂത്താപ്പാടെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഈ സ്ഥാനം മേടിച്ചു കൊടുത്തത് ഇവന്. ഇനി നീ മൂത്താപ്പാരെ വീട്ടിൽ പോയോ കൊച്ചാപ്പാരെ വീട്ടിൽ പോയോ? എടാ പാർട്ടിക്ക് ക്ലീറ്റോയെ അറിയാടാ. പാർട്ടി പ്രസിഡന്റിന് എല്ലാവർക്കും അറിയാം ക്ലീറ്റോ ആരാണ്. അവര് പറഞ്ഞു ഇവനെ അടിച്ചതിന്റെ അകത്ത് കയറ്റരുന്ന അവര് തീരുമാനം എടുത്ത. ഇല്ലാത്തത് പറയേ. നീ കളിക്കരുത്. നീയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ പറഞ്ഞില്ലടാ ഇവനൊക്കെ ഇതിന് നിക്കണ്ട കേട്ടില്ലേ? ലക്ഷങ്ങളാണ് ഈ ക്ലീറ്റോന് ഈ കൈ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യണേ. ട്രഷറർ എന്ന് പറഞ്ഞ ആരാ? പാർട്ടിയുടെ പൈസയുടെ മുഴുവൻ ചുമതലയും നോക്കുന്ന ആൾ. അയ്യോ അത് വേണ്ടേട്ടാ. മൂത്താപ്പാനോട് വേറെ എന്തെങ്കിലും പണി കൊടുത്താൽ തങ്കം, എന്റെ തങ്കം ഒന്ന് പെടുത്തണോന്നേ പറഞ്ഞോളൂ ആ കമ്മിറ്റിയില്. ഞാൻ അറിഞ്ഞു ഈ കുറുക്കന്റെ കയ്യിൽ കോഴിനെ പിടിച്ചു കൊടുക്കുന്നു. എന്റെ ദൈവം, ഇനി ഞാൻ ആരുടെയൊക്കെ പൈസക്ക് സമാധാനം പറയേണ്ടി വരും. ഇതിലും ഭേദം ക്ലീറ്റോ തൂങ്ങി ചാവണതായിരുന്നു നല്ലത്. ഇപ്പൊ നീ പറഞ്ഞേ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ 5 ദിവസത്തെ വിഷമേ കാണൂ. ഇത് 5 വർഷം നീ ഇവനെ സഹിക്കേണ്ടി വരും. വണ്ടി വിടറാ.